എല്ലാവർക്കും നമസ്കാരം. ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളെ കുറിച്ച് തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങള് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഇന്നലെ നമ്മളൊരു സബ്സ്ക്രൈബറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് നമ്മളെ വീഡിയോ കണ്ടതിന് ശേഷം എൻറോൾമെന്റ് ഐഡി എടുത്ത് മീഷോയിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കി അവർക്ക് ഇന്നലെ ഫസ്റ്റ് ഓർഡറും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു 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 സന്തോഷമുള്ള ഒരു കാര്യമായി. കാരണം നമ്മളിടുന്ന എഫേർട്ടിന് ഒരു ഒരു റിസൾട്ട് ഉണ്ടല്ലോ എന്ന് മനസ്സിലായപ്പോ വളരെ സന്തോഷം. അതുപോലെ തന്നെ ഇന്നലെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓരോരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ അവർക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ആർക്കെങ്കിലും റിപ്ലൈ തരാൻ മറന്നിട്ടുണ്ടെങ്കിൽ അവർ ഒന്നുകൂടെ ഒന്ന് മെസ്സേജ് അയക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും പരമാവധി റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഇനിയും ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മടിച്ചു നിൽക്കരുത്. ഇന്ന് തന്നെ മീഷോയിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് ഒരുപാട് പേര് വാട്സാപ്പിലൂടെയും കമന്റിലൂടെയും റിക്വസ്റ്റ് ചെയ്ത ഒരു സബ്ജക്റ്റ് ആണ്. ഈ പാക്കിംഗ് മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ട്. എല്ലാത്തിനും മുന്നേ ഞാനൊരു കാര്യം പറയാം. ഇപ്പോ നിങ്ങള് മീഷോയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കി പിന്നെ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ ഒരു ഓർഡർ കിട്ടാം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പാക്കിംഗ് മെറ്റീരിയൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അപ്പോഴേ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ നല്ല വൃത്തിക്ക് അതൊരു ഒരു കാർട്ടൂണിൽ ചെറിയ ബോക്സിൽ നല്ലപോലെ പാക്ക് ചെയ്ത് ഇൻസ്റ്റലേഷനൊക്കെ അടിച്ചിട്ട് ഈ കസ്റ്റമർ ലേബൽ അതിൽ ഒട്ടിച്ചിട്ട് കൊറിയർ ബോയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. ഞാനൊക്കെ ഫസ്റ്റ് ചെയ്തത് അങ്ങനെ തന്നെയാണ്. പാക്കിംഗ് മെറ്റീരിയൽസ് വരാൻ കുറച്ച് സമയമെടുക്കും. നമ്മളത് ഓർഡർ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അതിന് മുന്നേ ഇനി ആർക്കെങ്കിലും ഓർഡർ കിട്ടിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും തന്നെ പാക്കിംഗ് മെറ്റീരിയൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾ ധൈര്യപൂർവ്വം ഓർഡർ പ്രോസസ് ചെയ്യണം. വേറൊരു പ്രശ്നമില്ല. ഓക്കെ. പിന്നെ ഈ പാക്കിംഗ് മെറ്റീരിയൽസിന്റെ കാര്യം എന്ന് വെച്ചാൽ മീഷോ ഇപ്പോ കുറച്ച് അപ്രൂവ്ഡ് വെൻഡേഴ്സിനെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് സാധനം, ഇതാണ് പാക്കിംഗ് മെറ്റീരിയൽസ്. ഓക്കെ. ഇതുപോലത്തെ വേറെ മോഡൽ ഉണ്ട്. പക്ഷെ ഞാനിപ്പോ ഉപയോഗിക്കുന്നത് ഇതാണ്. ഇങ്ങനെ ഇവിടെ ഒരു പൗച്ചൊക്കെ ഉള്ള ഒരു ടൈപ്പ്. ഓക്കെ. നമുക്ക് അഡ്രസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പൗച്ചുള്ള ടൈപ്പാണ്. ഈ പാക്കിംഗ് മെറ്റീരിയൽസിന്റെ കാരണം ഇതിനെ കുറിച്ച് ഒന്ന് പറയാനുണ്ട്. ഇത് എന്ന് പറഞ്ഞാല് ഇതുണ്ടോ, ഇതിന്റെ ഇവിടെ ഒരു ബാർകോഡ് ഉണ്ട്. കണ്ടോ നിങ്ങള്? ഈ ബാർകോഡ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബാർകോഡ് നമ്മൾ സ്കാൻ ചെയ്യണം. ഇവിടെ നമ്മൾ അഡ്രസ്സ് വെച്ചിട്ട് ഇതിൽ നമ്മൾ അഡ്രസ്സ് വെക്കുമല്ലോ, ഈ ഒരു പൗച്ചിൽ അഡ്രസ്സ് വെക്കുമല്ലോ, അതിന്റെ അടുത്തൊരു ക്യു ആർ കോഡ് ഉണ്ട്. ആ ക്യു ആർ കോഡും സ്കാൻ ചെയ്യണം. അതുപോലെ ഈ പാക്കിംഗ് മെറ്റീരിയലും സ്കാൻ ചെയ്യണം. അപ്പൊ ഇതിലൊരു ചെറിയൊരു റിസ്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാല്, ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ പാക്കിംഗ് മെറ്റീരിയൽ സ്കാൻ ചെയ്യാതെ വിട്ടു കഴിഞ്ഞാല് ഇൻ കേസ് കസ്റ്റമർ എന്തെങ്കിലും കാരണവശാൽ അത് റിട്ടേൺ ചെയ്തു, നിങ്ങളെ പ്രൊഡക്റ്റ് കസ്റ്റമർ മേടിച്ചു, അത് റിട്ടേൺ ചെയ്തു, ഇതിലൊരു റിസ്ക് എന്ന് വെച്ചാൽ കസ്റ്റമർ ചിലപ്പോ നിങ്ങൾക്ക് തിരിച്ചയക്കുന്ന പ്രൊഡക്റ്റ് ചിലപ്പോൾ നിങ്ങൾ അയച്ച പ്രൊഡക്റ്റ് ആവില്ല. അങ്ങനെ ഒരു സാധ്യത ഇതിലുണ്ട്. നമ്മള് ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിലും നന്മയും ചീത്തയും ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിന്റെ നല്ല വശങ്ങള് മാത്രം എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ഓപ്ഷനേ നമ്മളെ കയ്യിലുള്ളൂ. അയ്യോ ഇനിയിപ്പോ റിട്ടേൺ അയക്കുമ്പോ എനിക്ക് വേറെ എന്തെങ്കിലും അയച്ചു തരുമെന്ന് കരുതിയിട്ട് ഒരിക്കലും ഇന്ന് പിന്മാറരുത്. നമ്മൾ എന്ത് ചെയ്യാ, നമ്മള് നല്ലത് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവൂല എന്ന് കരുതിയിട്ട് തന്നെ മുന്നോട്ട് പോവാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഇങ്ങനെ ആവുമ്പോ ഈ ഒരു ചെറിയൊരു ഇഷ്യൂ ഇതിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോ പാക്കിംഗ് മെറ്റീരിയലിന്റെ വിഷയം എന്ന് വെച്ചാല് ഈ പാക്കിംഗ് മെറ്റീരിയൽ മേടിക്കണം എന്നവർ പറയാനുള്ള കാരണം ഇത് തന്നെയാണ്. ഈ ഒരു സ്കാന് ഇത് യുണീക്കാണ്. ഈ ഒരു കവറിൽ മാത്രമാണ് ഈ ഒരു സ്കാനർ ഉണ്ടാവുള്ളൂ. നമ്മളെ പ്രൊഡക്റ്റ് ഇതിൽ ആയതിന്റെ ശേഷമാണ് നമ്മളിത് സ്കാൻ ചെയ്യുന്നത്. അത് ഈ സ്കാനറിന്റെ ഈ പാക്കിന്റെ ID കൂടെ മീഷോയിലെ വെബ്സൈറ്റിൽ ആഡ് ആവുന്നുണ്ട് നമ്മൾ ഈ കൊറിയർ അയക്കുമ്പോൾ. അപ്പൊ നമുക്കൊരു വലിയ എവിഡൻസ് ആണിത്. അതുകൊണ്ടാണ്
പാക്കിംഗ് മെറ്റീരിയലിനെ കുറിച്ചിട്ട് പാക്കിംഗ് മെറ്റീരിയൽ അവർ അപ്രൂവ് ചെയ്ത ആളുകളുടെ അടുത്ത് തന്നെ മേടിക്കണം എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നിങ്ങള് ഒരിക്കലും തന്നെ ഈ ഒരു സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഫസ്റ്റ് ഓർഡർ കിട്ടിയാൽ ഉടനെ അയച്ചോളുക. റിട്ടേൺ വന്നാലും എന്ത് വന്നാലും നെവർ മൈൻഡ്. അത് വിഷയാക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു സംഭവം പഠിക്കുകയാണല്ലോ. അപ്പൊ അതിൽ ചില മിസ്റ്റേക്കുകൾ സംഭവിക്കാം. ആ മിസ്റ്റേക്കുകൾ തിരുത്തി നമ്മൾ മുന്നോട്ട് പോകാനുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ഒരിക്കലും ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഏതൊരു ഒരു ഒരു പ്രൊജക്ടിന്റെ ബാക്കിലും ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ആദ്യം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മളത് തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഈ ഒരു സംഭവം എവിടുന്ന് മേടിക്കണം എന്നുള്ള കാര്യം ഞാനിപ്പോ കാണിച്ചു തരാം. ഓക്കെ, അതിന്റെ ഒരു 5 ഡിഫറെന്റ് സപ്ലയേഴ്സ് ഉണ്ട്. മീഷോ അപ്രൂവ് ചെയ്ത 5 ഡിഫറെന്റ് സപ്ലയേഴ്സ് ഉണ്ട് ഈ ഒരു മെറ്റീരിയൽ വിൽക്കുന്നവര്. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് തന്നെ നമ്മളിത് മേടിക്കണം. അത് നിർബന്ധമാണ്. അപ്പോഴേ നമുക്ക് ഇത് സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ടാവും, ഈവൻ മീഷോയിൽ കൂടെ ഉണ്ടാവാം. പക്ഷെ അവിടെ ഒന്നും മേടിക്കരുത്. നമ്മൾ ഈ ഒരു 5 ആളുകളെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങിക്കുക. അപ്പോൾ ആ 5 പേര് ആരൊക്കെയാണ്, അത് എങ്ങനെ വാങ്ങണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു 5 പേരുണ്ട് നമുക്കിത് മേടിക്കാൻ പറ്റിയതെന്ന്. ആ 5 പേരാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 സപ്ലയേഴ്സ് കണ്ടോ, ഓതറൈസ്ഡ് വെൻഡേഴ്സ്. ഇത് മീഷോയുടെ വെബ്സൈറ്റിൽ ഞാൻ എടുത്തതാണ്. ഓക്കെ, ഇതില് 5 പേരാണ് നമുക്കുള്ളത്. ഇതിൽ ഓരോരുത്തരും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, വളരെ കറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഒന്നുള്ളത് പാക്ക്4 എന്നുള്ള കമ്പനിയാണ്. ഇവർ ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്നത് സൂറത്തിലാണ്. പിന്നെ അതുപോലെ 11 ടൈപ്പ് സൈസ് ഇവരുടെ കയ്യിൽ അവൈലബിൾ ഉണ്ട് പാക്കേജിന്റെ. നമ്മൾ പാക്കേജ് എപ്പോഴും നമ്മളെ കയ്യിലുള്ള പ്രൊഡക്റ്റിന്റെ സൈസ് അനുസരിച്ചായിരിക്കണം നിങ്ങൾ വാങ്ങേണ്ടത്. അല്ലാതെ ചെറിയൊരു കുഞ്ഞു ഐറ്റത്തിന് വേണ്ടി വലിയൊരു പാക്ക് മേടിക്കരുത്. അത് നമുക്ക് നഷ്ടമാണ്. ഇതിനൊക്കെ നമ്മൾ പേയ്മെന്റ് ഉണ്ട്. അപ്പൊ അതുകൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, ഫ്രീ ആയിട്ട് ഒരിക്കലും പാക്കിംഗ് മെറ്റീരിയൽ കിട്ടൂല, എല്ലാത്തിനും പേയ്മെന്റ് ഉണ്ട്. അപ്പൊ ഇതില് ഇവിടുന്ന് നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൽ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2 ഉറുപ്പിയും 17 പൈസയാണ് ഒരു പാക്കറ്റിന് വരിക. 10-14 ഇഞ്ച് 10-14 ഇഞ്ചിന്റെ പാക്കറ്റാണ് ഇപ്പൊ ഈ കാണുന്നത്. നിങ്ങൾ 10-14 ഇഞ്ച് ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് 10-14ന്റെ പാക്കറ്റ് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ആ പാക്കറ്റാണ് 10-14ന്റെ പാക്കറ്റ്. 10-14ന്റെ ഒരു പീസ് പാക്കറ്റിനാണ് 2.17. ഓക്കെ, അതേപോലെയാണ് പാക്ക്4 എന്നുള്ള കമ്പനിയിൽ. അടുത്തത് ശ്രീ ആനന്ദ് പോളിമേഴ്സ്. അതിൽ 9 ടൈപ്പ് പാക്കിംഗ് അവൈലബിൾ ആണ്. 9 സൈസസ്, ഡിഫറെന്റ് സൈസസ് അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മള് പോപ്പുലർ സൈസായ 10-14 വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2.17 ആണ്, ഇവിടെ 2.14 ആണ്. ഓക്കെ, പിന്നെ അടുത്തത് കൃഷ്ണ പോളിമേഴ്സ്. ഇത് മൂന്നാമത്തതാണ്. ഇവരുള്ളത് അജ്മീറിലാണ്. ഇവരുടെ കയ്യിൽ 9 സൈസ് ഓഫ് പാക്കറ്റ്സ് ഉണ്ട്. അതുപോലെ ഈ 10-14 വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 2.2 റുപ്പീസ് പെർ പാക്കറ്റ്. ഒരു പാക്കറ്റിന് 2.20 ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ മേടിച്ചിട്ടുള്ളത് ഇവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. അതെന്താന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയത് ഇവരെ സർവീസാണ്. അതുകൊണ്ടാണ്. മറ്റേതിലൊക്കെ കുറച്ച് ഡിലേ വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത കറക്റ്റ് സമയത്ത് വരുന്നില്ല. ഇവരതാവുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസത്തിനുള്ളിൽ പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ വരും. ഓക്കെ, അതൊരിക്കലും റെക്കമെൻഡ് ചെയ്യാണെന്ന് വിചാരിക്കരുത്. ഞാൻ വാങ്ങിയത് അവരുടെ കയ്യിൽ നിന്നാണെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, പിന്നെ അടുത്തതാണ് ഈ ഒരു കമ്പനി, യൂഫോറിയ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. ഓക്കെ, ഇവരുടെ കയ്യിലും പ്രൈസ് കുറച്ച് അധികമാണ്. 2.43 ആണ് ഇവരുടെ കയ്യിൽ വരുന്നത്. പിന്നെ അതിന്റെ അപ്പുറത്തുള്ളതാണ് പ്രൊക്യൂർ എന്ന് പറഞ്ഞ വേറൊരു കമ്പനി. അത് ഇവരുടെ കയ്യിൽ 2.41, 2.41. ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാം. അത് കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി പൈസ കുറച്ച് കൂടുതലാണ്. ഈ 3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3-ൽ ഒന്നില് 2.14, ഇവർക്ക് 2.14, ഇവർക്ക് 2.17, ഇവർക്ക് 2.20. കണ്ടോ, ഈ 3 സൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3 തൽക്കാലം നിങ്ങൾ ഈ 3 എടുത്താൽ മതി.
ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓരോന്നിനും എഴുതിയിട്ട് അവരുടെ ലിങ്ക് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്രകാരം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് മേടിക്കുക. ഓക്കെ, ഇനി ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ കൃഷ്ണ പോളിമേഴ്സ് നിന്ന് എങ്ങനെയാണ് നമ്മളിത് ഓർഡർ ചെയ്യാന്നുള്ളത്. ഓക്കെ, നമ്മൾ എടുത്തു കഴിഞ്ഞു. കൃഷ്ണ പോളിമേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ കൃഷ്ണ പോളിമേഴ്സ് നമ്മൾ അടിച്ചു കൊടുക്കുക. ഇവിടെ കൃഷ്ണ പോളിമേഴ്സ് ഞാൻ ഓൾറെഡി അടിച്ചതുകൊണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പം ഇതിങ്ങനെയാണ് വരിക. വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഓരോരോ സൈസുകൾ കാണിച്ചു തരണം. നമ്മൾ ഹോമിൽ പോവാം. ഇത് കണ്ടോ, ഈ 4 ടൈപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒപാക് ബാഗ് വിത്ത് POD. വിത്ത് POD എന്ന് പറഞ്ഞാൽ ഈ പൗച്ച് ഉള്ളത്. ഒപാക് ബാഗ് വിത്തൗട്ട് POD, ഈ പൗച്ച് ഇല്ലാത്തത്. ഓക്കെ, ഒപാക് ബാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സീൽ ചെയ്യാൻ പറ്റുന്നതും ഇങ്ങനെ ട്രാൻസ്പെറന്റ് അല്ലാത്തതുമായിട്ടുള്ള ബാഗ്. ഓക്കെ, അത് 2 എണ്ണം. ഓക്കെ, ഈ 2 ടൈപ്പ്. പിന്നെ അടുത്ത വന്ന് ട്രാൻസ്പെറന്റ് ബാഗ് വിത്ത് POD. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മീഷോന്റെ ഒരു അപ്ഡേറ്റ് ഉള്ളത് എന്ന് വെച്ചാൽ ട്രാൻസ്പെറന്റ് ബാഗ് നമ്മൾ യൂസ് ചെയ്യണമെന്നാണ്. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ അതിൽ പാക്ക് ചെയ്തിട്ടുള്ളത് അത് കറക്റ്റ് ആയിട്ട് 2 ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അടുത്തത് ട്രാൻസ്പെറന്റ് ബാഗ് വിത്തൗട്ട് POD, ഈ പൗച്ച് ഇല്ലാത്ത ട്രാൻസ്പെറന്റ് ബാഗ്. ഇങ്ങനത്തെ 4 ഐറ്റമാണ് ഇപ്പൊ നമുക്ക് ഈ പാക്കിംഗ് മെറ്റീരിയൽസിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഇപ്പൊ ഞാനത് സെലക്ട് ചെയ്യാന്ന് വെച്ചോളൂ. ഇത് സെലക്ട് ചെയ്തു. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സെറ്റാണ്. നമുക്ക് ഒരിക്കലും 1 or 2 ബാഗ് മേടിക്കാൻ പറ്റൂല. ഇവിടെ നമുക്ക് ഒരു സെറ്റായിട്ടാണ് വാങ്ങാൻ പറ്റുക. ഒന്ന് 500ന്റെ സെറ്റ്, അല്ലെങ്കിൽ 5000ന്റെ സെറ്റ്, അല്ലെങ്കിൽ 10,000ന്റെ സെറ്റ്. നമ്മൾ പറഞ്ഞു 2.20 ആണ് കൃഷ്ണ പോളിമേഴ്സിൽ പ്രൈസ് അവിടെ കാണിച്ചത് അല്ലേ. 2.20 എന്നല്ലേ, നമ്മൾ കൺഫേം ആക്കട്ടെ. 2.20. ഓക്കെ, അതാണ് അവിടെ പ്രൈസ് കാണിച്ചത് അവര്. അപ്പോ ഇപ്പൊ നമ്മളിപ്പോ ഈ സൈറ്റിലെത്തി, ഇവിടെ എത്തി. അപ്പൊ ഇത് നിങ്ങൾ ലോഗിൻ ചെയ്യണേ. ലോഗിൻ ചെയ്യാൻ മറക്കരുത്. ലോഗിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ മൊബൈൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക, സൈൻ അപ്പ് ചെയ്യുക. ലോഗിൻ ചെയ്യാത്ത ആൾക്കാർ സൈൻ അപ്പ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, അത്രേ ഉള്ളൂ. സിമ്പിളായ കാര്യങ്ങളാണ്, അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോ ഇപ്പൊ ഈ 500 ഞാൻ സെലക്ട് ചെയ്യാണ്. ഈ 500 സെലക്ട് ചെയ്തു. അപ്പോ ഇവിടെ നമുക്കതിന്റെ പ്രൈസ് കാണിച്ചു തരും. മീഷോ ഒപാക് KPI വിത്ത് POD 6.58 ആണ് ഇവിടെ സൈസ് വരുന്നത് കേട്ടോ. ഈ സൈസ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സൈസ് വെച്ചാൽ മാറ്റി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഓർഡർ ചെയ്ത് നമ്മൾ ഇപ്പോൾ ഇതിങ്ങനെ മാറി കഴിയുമ്പോൾ അതിന്റെ ബാക്ക് അതിൻ്റെ നമുക്ക് കാണാൻ പറ്റും, ഫോട്ടോസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളെ പ്രൊഡക്റ്റിന്റെ സൈസ് അനുസരിച്ചിട്ടുള്ള ബാഗ് ഓർഡർ ചെയ്യാം. നമുക്ക് സൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫോട്ടോസ് കാണാൻ പറ്റും. ഓക്കെ, ഇതുണ്ടോ, ആ സ്കാനർ ഉണ്ട് ഇവിടെ, ആ പൗച്ച് ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ഒട്ടിക്കാനുള്ള ആ ഒരു സ്റ്റിക്കറാണ്. ഇത് റിമൂവ് ചെയ്യാൻ ജസ്റ്റ് ഇങ്ങോട്ട് ഒട്ടിക്കുക, അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഇതിപ്പോ നമ്മളിവിടെ 1 കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കണം, നമ്മൾ 500 പാക്കറ്റിന്റെ ഒരു സെറ്റാണ് മേടിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ 2 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 1000 വരും. അത് ശ്രദ്ധിക്കണം കേട്ടോ. 500 മതി എന്നുണ്ടെങ്കിൽ 500 ഇടുക, 1000 ആണെന്നുണ്ടെങ്കിൽ 2 ഇടുക ഇവിടെ. അല്ലാതെ ഇവിടെ ഒരിക്കലും 1000 എഴുതി കൊടുക്കരുത്. ഇപ്പൊ 1000 × 500 അതാണ് നമുക്ക് റിസീവ് ആവുക. അതിന്റെ പൈസ നമ്മൾ എടുത്ത് മേടിക്കും. എന്നിട്ട് നമ്മൾ ആഡ് ടു കാർട്ട് കൊടുക്കുക. ക്ലോസ്, കാർട്ട് ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ വരിക, ഇതിലുണ്ടാവും. അപ്പോൾ നമ്മളിതിൽ കാണും എത്രയാണ് കാര്യങ്ങൾ എന്നൊക്കെ. 570 റുപ്യ ഈ ഒരു ബാഗിന്, 570 റുപ്യ. 500 എണ്ണത്തിന് 570 റുപ്യ. ഇവിടെ സൈസ് മാറിയത് കൊണ്ടാണ് 6.5 × 8 ആയതുകൊണ്ടാണ് 570 കിട്ടുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ എടുക്കുന്ന സൈസിനനുസരിച്ച് കൂടിക്കൊണ്ടേ ഇരിക്കും. എന്നിട്ട് ചെക്കൗട്ട് കൊടുക്കുക. ചെക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതോട് ചോദിക്കുകയാണ് ഹാവ് ആൻ അക്കൗണ്ട് ലോഗിൻ, ന്യൂ അക്കൗണ്ട് സൈൻ അപ്പ്. ഈ 2 ഓപ്ഷനാണ് കാണിക്കുക. അപ്പൊ നമ്മൾ പുതിയതായിട്ട് ആളുകളാണെങ്കിൽ ഇതിൽ സൈൻ അപ്പ് ചെയ്യുക, അല്ലാത്തവർ ഇതിൽ ലോഗിൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഓൺലൈൻ ട്രാൻസ്ഫർ ആണ്. ഞാൻ ഓൾറെഡി മേടിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൂടുതൽ പോകുന്നില്ല. ഓൺലൈൻ ട്രാൻസ്ഫർ ആണ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണിക്കും. അതിൽ പോവുക, പേയ്മെന്റ് ഗൂഗിൾ പേ ത്രൂ പേയ്മെന്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരും, നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരും. മൊബൈൽ നമ്പർ കൊടുത്തിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. ആ മൊബൈലിലേക്ക് നമുക്ക് മെസ്സേജ് വരും.
എന്നിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവർ എന്നാണ് നിങ്ങൾക്ക് സാധനം കിട്ടുക എന്നുള്ളത് അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം റിസീവ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 4 വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ, 5 വെബ്സൈറ്റ്. അപ്പൊ ഇതില് കയറിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യുക. എവിടെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഈ പാക്കിങ്ങിന്റെ കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞ് ക്ലിയർ ആക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വിഷയം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതല്ലാതിരുന്നെങ്കിൽ എനിക്ക് പ്രൈസിങ് സ്ട്രാറ്റജിയെ കുറിച്ചും പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോഴുള്ള സ്ട്രാറ്റജിയെ കുറിച്ചും റിട്ടേൺ മാനേജ്മെന്റിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത് അടുത്ത വീഡിയോസിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്, പറയുന്നതാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും കൂടെ തന്നെ കാണുക. നമ്മൾ ഒരുമിച്ച് ഒരു യാത്രയിലാണ്. അപ്പൊ ആരും തന്നെ വഴിയിൽ വെച്ച് ഇറങ്ങിപ്പോവാതെ കൂടെ തന്നെ ഉണ്ടാവുക. നമ്മൾ എവിടെ കറക്റ്റായിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് വരെ കൂടെ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.